വോയിസ് ഓഫ് മുജീബിലേക്ക് അവർക്കും സ്വാഗതം. 2027 ഏകദിന വേൾഡ് കപ്പിനുള്ള തയ്യാറെടുപ്പുകളുടെ ഭാഗമായി ഇന്ത്യൻ ടീം ഇനിയും ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട്. പല കാര്യങ്ങളിലും വ്യക്തത വരുത്തേണ്ടതുണ്ട്. പറയുന്നത് മറ്റാരുമല്ല, മുൻകാല ക്രിക്കറ്റർ യുവരാജ് സിംഗ് ആണ്. ഇംഗ്ലണ്ടിനെതിരെ കഴിഞ്ഞ ഏകദിന പരമ്പരയിൽ 2-1 പരാജയപ്പെട്ട സമയത്താണ് യുവരാജ് സിംഗ് ഇത്തരമൊരു അഭിപ്രായം പ്രകടിപ്പിച്ചത്. മാത്രമല്ല, രോഹിത് ശർമ്മയുടെയും വിരാട് കോഹ്ലിയുടെയും കാര്യത്തിൽ BCCI വ്യക്തത വരുത്തേണ്ടതുണ്ട്, കാര്യങ്ങൾ മുഖത്ത് നോക്കി പറയേണ്ടതുണ്ട് എന്നും യുവരാജ് സിംഗ് ആവശ്യപ്പെടുന്നു. അതിന്റെ കാരണം മറ്റൊന്നുമല്ല, വേൾഡ് കപ്പിന് ഇനി അധികം മാസങ്ങളില്ല. അതിനു മുമ്പ് വലിയൊരു തയ്യാറെടുപ്പ് നടത്തേണ്ടിയിരിക്കുന്നു ടീം ഇന്ത്യ. അതിന്റെ ഭാഗമായി കൊണ്ട് തന്നെ നല്ലൊരു കരുത്തുറ്റ ടീമിനെ വേൾഡ് കപ്പിലേക്ക് തയ്യാറാക്കേണ്ടതുണ്ട്. അവിടെയാണ് രോഹിത് ശർമ്മയുടെയും വിരാട് കോഹ്ലിയുടെയും കാര്യത്തിൽ യാതൊരു വ്യക്തതയുമില്ലാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനൊരു അവസാനം വേണം, കാര്യങ്ങൾ വ്യക്തമായി പറയേണ്ടതുണ്ട് BCCI എന്ന് തന്നെയാണ് യുവരാജ് സിംഗ് ആവശ്യപ്പെടുന്നത്. പ്രത്യേകിച്ച് ഇംഗ്ലണ്ടിനെതിരെയുള്ള ഏകദിന പരമ്പര നടക്കുന്ന സമയത്ത് രോഹിത് ശർമ്മ അടുത്ത വേൾഡ് കപ്പിനുള്ള ടീമിൽ ഇടം പിടിക്കാൻ സാധ്യതയില്ല, വിരമിക്കേണ്ടി വരും എന്നെല്ലാമുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു. ഇത്തരമൊരു സാഹചര്യത്തിലാണ് യുവരാജ് സിംഗ് ഇക്കാര്യം തുറന്നു പറയുന്നത്. മാത്രമല്ല, വിരാട് കോഹ്ലിയെ പോലത്തെ, രോഹിത് ശർമ്മയെ പോലത്തെ പരിചയസമ്പന്നർ ടീം ഇന്ത്യക്ക് ആവശ്യമാണെന്നും അവർ രണ്ടുപേരും മികച്ച ഫോമിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണെന്നും അതുകൊണ്ട് അവരെ നിലനിർത്തണം എന്ന് തന്നെയാണ് യുവരാജ് സിംഗ് ആവശ്യപ്പെടുന്നത്. അതല്ല, വേൾഡ് കപ്പിൽ ഉൾപ്പെടുത്താൻ നിങ്ങൾ താല്പര്യപ്പെടുന്നില്ലെങ്കിൽ അതങ്ങ് തുറന്നു പറയണം എന്നും യുവരാജ് സിംഗ് ആവശ്യപ്പെടുന്നു. വിരാട് കോഹ്ലി ഇംഗ്ലണ്ടിനെതിരെ മികച്ച ഫോമിലാണ്. 2 മത്സരങ്ങളിൽ തുടരെ 50 നേടിയിരുന്നു. രോഹിത് ശർമ്മ ആദ്യ 2 മത്സരങ്ങളിലും ഒന്ന് പതറിപ്പോയെങ്കിലും അവസാന ഏകദിനത്തിൽ 138 റൺസാണ് നേടിയെടുത്തത്. ലോർഡ്സിൽ തന്നെ ഒരു ഇന്ത്യക്കാരന്റെ ഏറ്റവും വലിയൊരു സ്കോർ ആയിരുന്നു അത്. ലോർഡ്സിൽ ആദ്യ സെഞ്ചുറി നേടുന്ന ഇന്ത്യൻ താരമെന്ന ബഹുമതിയും അന്ന് രോഹിത് ശർമ്മ സ്വന്തമാക്കിയിരുന്നു. യുവരാജ് സിംഗ് പറഞ്ഞു വെക്കുന്നത്, വേൾഡ് കപ്പ് പോലത്തെ വലിയൊരു വേദിയിലേക്ക് പുതുമുഖങ്ങളെയെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടൊരു ടീമിനെ തയ്യാറാക്കിയത് കൊണ്ട് യാതൊരു കാര്യവുമില്ല. അത് വലിയൊരു പരാജയത്തിലേക്കാണ് ടീമിനെ നയിക്കുക. അതുകൊണ്ട് തന്നെ പരിചയസമ്പത്തും കഴിവുമുള്ള കളിക്കാരെയും ഒപ്പം യുവതാരങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് നല്ലൊരു ശക്തമായ ടീമിനെയാണ് കെട്ടിപ്പടുക്കേണ്ടത്. അതിനുള്ള തയ്യാറെടുപ്പുകളാണ് നടത്തേണ്ടത്. മുഴുവൻ യുവതാരങ്ങളെയും ഉൾപ്പെടുത്തിയത് കൊണ്ട് കാര്യമില്ല, മുഴുവൻ പരിചയസമ്പത്തുള്ളവരെ ഉൾപ്പെടുത്തിയത് കൊണ്ടും കാര്യമില്ല എന്നും യുവരാജ് കൂട്ടിച്ചേർത്തു. തീർത്തും ന്യായമായൊരു ആവശ്യം തന്നെയാണ് യുവരാജ് സിംഗ് BCCIയോട് തുറന്നു പറഞ്ഞിരിക്കുന്നത്. BCCIയോട് മാത്രമുള്ളൊരു ആവശ്യപ്പെടലായിട്ട് ഇതിനെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. തീർച്ചയായിട്ടും കോച്ച് ഗൗതം ഗംഭീർ, സെലക്ടർ അജിത് അഗാർക്കർ തുടങ്ങിയവർക്ക് കൂടിയുള്ള ഒരു മുന്നറിയിപ്പാണ് യുവരാജ് സിംഗ് നൽകുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം ഈ അടുത്ത സമയങ്ങളിൽ കളിക്കാരെ സെലക്ട് ചെയ്യുന്നതിൽ വലിയ വിവാദങ്ങൾ വിളിച്ചു വരുത്തിയിരുന്നു അജിത് അഗാർക്കർ. അതുപോലെ തന്നെ ഗൗതം ഗംഭീറും ഒട്ടനവധി പഴികേട്ടൊരു കോച്ച് തന്നെയാണ്. പല തെറ്റായ തീരുമാനങ്ങൾ എടുത്തതിൻ്റെ പേരിൽ ടീം പരാജയത്തിലേക്ക് പോയത് നമ്മൾ കണ്ടതാണ്. അതിൽ ഇനി വരാൻ പോകുന്ന ഏകദിന പരമ്പരകളിലേക്ക് തീർച്ചയായിട്ടും 2027 വേൾഡ് കപ്പിന് തയ്യാറെടുപ്പിൻ്റെ ഭാഗമായിട്ടുള്ള കളിക്കാരെ തന്നെയാണ് സെലക്ട് ചെയ്യപ്പെടുക. അക്കൂട്ടത്തിൽ വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. തീർച്ചയായിട്ടും അവരുടെ പരിചയസമ്പത്തും അവരുടെ കഴിവും 2027 വേൾഡ് കപ്പിൽ ടീം ഇന്ത്യക്ക് അത്യാവശ്യമാണ്. അത് പ്രയോജനപ്പെടുത്താൻ ടീം ഇന്ത്യക്കാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. നിങ്ങളുടെ സ്വന്തം വോയിസ് ഓഫ് മുജീബ്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക.